ഇയാനി ക്രിയേഷൻസിൻ്റെ 33ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാരി ഫോൾ എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സാരിയിൽ നിന്ന് തന്നെ ബ്ലൗസ് പീസ് മുറിച്ച് അത് ലൈനിങ് ഇട്ട വീഡിയോ ആയിരുന്നു ഞാൻ കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സാരിയിൽ ഫോൾ വെക്കുന്നതും പിന്നെ രണ്ട് വശവും അടിക്കുന്നതുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഞാൻ ഈ സാരി ഒന്ന് നിവർത്തി കാണിക്കുകയാണ്. ഇതിൻ്റെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ രണ്ടറ്റവും അടിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഫോള് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ സാരിയുടെ രണ്ടറ്റവും ഒന്ന് കറക്റ്റ് ലെവലിൽ വെട്ടിയെടുക്കാം. ഇത് മറ്റേ അറ്റമാണ്, അത് ഞാൻ കറക്റ്റ് ലെവലിൽ വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫോള് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഫിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മുന്താണിയുടെ ഈ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. ചെറുതായിട്ട് മടക്കിയാൽ മതി, ഈ ഒരു ലെവലിൽ മടക്കിയാൽ മതി. അധികം സാരിയുടെ തുമ്പ് മടക്കേണ്ട ആവശ്യമില്ല. വളരെ നേരിയതായിട്ട് നമുക്ക് മടക്കി അറ്റം വരെ ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മളപ്പോൾ ഈ ഒരു ലെവലിൽ വളരെ നേരിയതായിട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതേപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അറ്റത്തും അരി കടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫോള് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഫോള് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലവർക്ക് അത് ഏത് ഭാഗത്താണ് വെക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ സാരി ഒന്ന് എടുത്ത് നോക്കുക, അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും. ഏതറ്റം മുതൽ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിൽ ഫോള് വെക്കാൻ പോവുകയാണ്. ഈ ഭാഗത്താണ് ഞാനിപ്പോൾ ഫോള് വെക്കാൻ പോകുന്നത്. ഇതെൻ്റെ സാരിയുടെ മുകൾ ഭാഗമാണ്, ഇത് താഴ്ഭാഗം. അതുപോലെ തന്നെ മുന്താണി വശത്ത് നിന്ന് ഒരിക്കലും ഫോള് വെക്കാൻ തുടങ്ങരുത്. നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഈ മുന്താണിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗം, ഇപ്പോൾ ഈ വശമാണ് ഇതിൻ്റെ മുന്താണി ഭാഗം. ഇതാണ് ഇതിൻ്റെ മുന്താണി ഭാഗം. നമ്മൾ ഈ വശത്ത് നിന്ന് ഒരിക്കലും ഫോള് സ്റ്റാർട്ട് ചെയ്യില്ല. ഈ സാരിയുടെ ഈ അറ്റം, ഏറ്റവും അറ്റത്തു നിന്നാണ് ഫോള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും താഴെ ഭാഗത്തുനിന്നും. ഒരിക്കലും സാരിയുടെ മുകൾ ഭാഗത്തു നിന്നും ഫോള് സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ ഉടുത്ത് നോക്കുമ്പോൾ സാരിയുടെ താഴ്ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഫോള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോളിനുണ്ടാവും നല്ല വശവും ചീത്ത വശവും. ഇപ്പോൾ ഈ സ്റ്റിച്ച് കാണുന്ന ഈ വശമാണ് ഇതിൻ്റെ നല്ല വശം, ഇത് ഇതിൻ്റെ ചീത്ത വശം. അപ്പോൾ ചീത്ത വശം ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക, എന്നിട്ട് നല്ല വശത്ത് കൂടി അടിക്കുക. സാരിയുടെ ഉൾഭാഗത്താണ് ഫോളും വെക്കുന്നത്. നമ്മൾ നല്ല വശത്ത് ഫോൾ വെക്കില്ല, ഉൾഭാഗത്താണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ സാരിയുടെ ചീത്ത വശവും ഫോളിൻ്റെ ചീത്ത വശവും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഈ അറ്റം മൊത്തം അടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു അറ്റവും അടിക്കണം. ഈ അറ്റം നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യില്ല. നമ്മളവിടെ സൂചി നൂലും കൊണ്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഈ അറ്റം തുടങ്ങാം. പിന്നെ അടിക്കുമ്പോൾ ഈ ഫോള് സാരിയുടെ പുറത്തേക്ക് ഇങ്ങനെ കയറി പോകാൻ പാടില്ല. കറക്റ്റ് ആ ഒരു ലെവലിൽ വേണം അടിക്കാനായിട്ട്. ഒരു ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇറങ്ങി പോരരുത്. അത് നമ്മുടെ ഈ ഫോള് സാരി നമ്മൾ ഉടുക്കുമ്പോൾ അടിയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ സാരിയിൽ ഫോള് ഇങ്ങനെ പോന്നിട്ടില്ല, നമ്മൾ ആ ഒരു ലെവൽ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. നമുക്കിതുപോലെ അറ്റം വരെ അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അവസാനം എത്തുമ്പോൾ നമ്മൾ ഇവിടെയും ഒരു 1/2 ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം ഇതിൻ്റെ അറ്റം സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
മൊത്തം നമ്മൾ ഹെമ്മിങ് ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗവും നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ കൊടുക്കുന്നില്ല, ആകെ ഒരു വൃത്തികേടായി പോവും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഹെമ്മിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇവിടെ നമുക്ക് മിഷനിൽ അടിച്ചു വെക്കാം. ഇത് സാരിയുടെ ഏറ്റവും അറ്റത്തെ ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നമുക്കൊരു അടിച്ചു വെക്കാം. ഇങ്ങനെ ഒരു അടിയും കൂടി നമ്മൾ അടിച്ചു. ഇനി നമ്മൾ നേരെ ഇത് ഹെമ്മിങ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഹെമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിഴയിലാണ് ഹെമ്മിങ് ചെയ്യുന്നത്. നൂലിങ്ങനെ അറ്റത്തേക്ക് നീട്ടിയിടുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ പകുതിയാക്കി ഇടുക നൂല്. എന്നിട്ട് വേണം ഹെമ്മിങ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ 2 ഇഴയായി പോവും. അപ്പോൾ ഹെമ്മിങ്ങിന് കട്ടി കൂടുതലായി പോകും. നമുക്ക് ഒറ്റ ഇഴയിൽ ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്തൊക്കെ ഹെമ്മിങ് ചെയ്യുന്നത് പോലെ. ഇതേപോലെ നമുക്ക് അറ്റം വരെയും ചെറിയ ചെറിയ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അറ്റം വരെയും ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഭാഗവും കൂടി ഹെമ്മിങ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ അടിച്ച സ്ഥലമാണ്. ഈ വശത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല, ഹെമ്മിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അറ്റം വരെയും ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ സാരിയുടെ ഫോള് അറ്റം വരെയും വെച്ച് കഴിഞ്ഞു. ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരികയാണ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നമ്മൾ ഫോള് വെച്ചു. സാരിയുടെ അടിഭാഗം നല്ല ഇത്തിരി കട്ടിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഫോള് സാരിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറണം. ഞാൻ കുറേ വീഡിയോസ് ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ കയറി നിങ്ങൾക്ക് ആവശ്യപ്പെട്ട വീഡിയോസ് അതിലുണ്ടോ നോക്കുക. അതിനുശേഷം മാത്രം എന്നോട് കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് വീഡിയോസ് വേണമെങ്കിലും ചോദിക്കാം. ഞാനത് ഉടനെ തന്നെ കാണിക്കുന്നതാണ്. താങ്ക് യു.